നമസ്കാരം, നെളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വൈദിക ജ്യോതിഷ വാസ്തു ആചാര്യൻ ഡോക്ടർ പത്മനാഭൻ മേഴത്തൂരിന് സ്വാതി തിരുനാൾ പുരസ്കാരം. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന സ്വാതി തിരുനാൾ അനുസ്മരണ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ ഇളയമുറ രാജ ആദിത്യവർമ്മ പുരസ്കാരം നൽകി. ചടങ്ങിൽ താത്വിക പ്രചാര സഭ അധ്യക്ഷൻ MS ശ്രീരാജ്, പിന്നണി ഗായകരായ സരിതാറാം, രാധിക, അശോക്, ചിറ്റൂർ ബാബു, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ദ്രവീഡിയൻ വാസ്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും വൈദിക ജ്യോതിഷത്തിലും സിവിൽ എഞ്ചിനീയറിംഗിലും വേദിക് സൈക്കോളജിയിലും യോഗയിലും ഡിപ്ലോമകളും നേടിയിട്ടുള്ള ഡോക്ടർ പത്മനാഭൻ മേഴത്തൂരിന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട്. വാദിരാജ വാസ്തുവിദ്യ പഠന ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ഭാരത് വിഭൂഷൺ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 11ാമത് വാർഷിക സമ്മേളനം ഡിസംബർ 27 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് രാവിലെ 8 മണിക്ക് 500ഓളം വരുന്ന അമ്മമാരുടെ ലളിത സഹസ്രനാമാർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 11 മണിക്ക് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തു നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MR രാജേഷ് നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് 4-ന് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ഡോക്ടർ ക്രിസ് വേണുഗോപാലിന്റെ പ്രഭാഷണവും നടക്കും. 28-ന് സ്വാമിനി അതുല്യാമൃതപ്രാണയുടെ പ്രഭാഷണം, തുടർന്ന് കലാപരിപാടികളും വൈകിട്ട് സ്വാമി കൈവല്യാനന്ദ സരസ്വതിയുടെ പ്രഭാഷണവും ഉണ്ടാകും. അതിനുശേഷം 11 മണിക്കാണ് ഉദ്ഘാടന സഭ ആരംഭിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ആചാര്യ ശ്രീ MR രാജേഷ്. നമുക്കറിയാം, ഇന്ന് ആര്യസമാജത്തിൽ കൂടെ ഉയർന്നു വന്ന് വൈദിക സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആചാര്യ MR രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ആ സമ്മേളനത്തിൽ വെച്ച് കുറച്ച് അമ്മമാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മിക രംഗത്ത് കുറേ കാലമായിട്ട് നാരായണീയ പാരായണത്തിൽ കൂടെയും അതുപോലെ ദേവീ ഭാഗവതം, ദേവീ മഹാത്മ്യം, അങ്ങനെ പല പല ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാലമായി പ്രവർത്തിക്കുന്ന ചില അമ്മമാരുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിലുണ്ട്. അത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം കുറച്ച് കലാപരിപാടികൾ, തിരുവാതിരക്കളി, 5-6 ടീമുകളിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വീണ്ടും ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. അതിൽ മുഖ്യ പ്രഭാഷകനായിട്ട് തുടങ്ങുന്നത് ശ്രീ ക്രിസ് വേണുഗോപാൽ. സമാപന ദിവസമായ 29-ന് രാവിലെ 11-ന് ഡോക്ടർ MM ബഷീർ പ്രഭാഷണം നടത്തും. ഉച്ചതിരിഞ്ഞ് നൃത്തനൃത്യങ്ങളും, തുടർന്ന് വൈകിട്ട് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ നടേശന്റെ പ്രഭാഷണം, തുടർന്ന് നല്ലേപ്പള്ളി നാരായണാലയത്തിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ക്ക് ഭക്തിഗാനസുധ, തുടർന്ന് ധ്വജാവരോഹണത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് TK വിനയഗോപാൽ, സെക്രട്ടറി സുരേഷ് കൊടുമുണ്ട, വൈസ് പ്രസിഡന്റുമാരായ സുമംഗല, രവീന്ദ്രൻ വെളിച്ചപ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ക്ലബ്ബ് പ്രസിഡന്റ് C. മൂസ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മധുര വിതരണവും ഉണ്ടായി. ക്ലബ്ബിലെ മുതിർന്ന അംഗവും രക്ഷാധികാരിയുമായ വീരാമുണ്ണി മുള്ളത്ത് അധ്യക്ഷനായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ചെയർമാൻ V. സെയ്ദ് എടപ്പാൾ, KMPU മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KG സണ്ണി ക്രിസ്മസ് സന്ദേശം നൽകി. ക്ലബ് അംഗങ്ങൾ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. രക്ഷാധികാരികളായ CK ഉണ്ണികൃഷ്ണൻ, ഉമാശങ്കർ എഴുമങ്ങാട്, സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തി പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനം കടവിലാണ് ചൊവ്വാഴ്ച രാവിലെ 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടത്. ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മീൻ പിടിക്കാൻ വന്നപ്പോൾ വെള്ളത്തിൽ വീണതാകാം എന്നതാണ് നിഗമനം. കരയിൽ ഊരിവെച്ച വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മകളുടെ വിവാഹത്തോടൊപ്പം 2 പെൺകുട്ടികൾക്ക് കൂടി വിവാഹം ഒരുക്കി പ്രവാസി. ചെറുതുരുത്തി പണിക്കശ്ശേരിക്കടവിൽ നസീർ ഖാൻ റസീന ദമ്പതികളുടെ മകളായ നസ്റിന്റെയും നബീലിന്റെയും വിവാഹത്തിനോടനുബന്ധിച്ചാണ് വിവാഹങ്ങൾ നടത്തിയത്. പ്രവാസിയായ നസീർ ഖാൻ മകളുടെ വിവാഹകാര്യം വന്നപ്പോൾ വിവാഹ ചിലവ് കുറച്ചു. ആ തുക പാവപ്പെട്ടവരുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കുകയായിരുന്നു. കുടുംബവും ഇക്കാര്യത്തിന് പൂർണ്ണ പിന്തുണ നൽകി. ഇതിനായി 2 കുടുംബത്തെ കണ്ടെത്തി വിവാഹം നടത്താനുള്ള സഹായം നൽകി. മകളുടെ വിവാഹ ദിവസം തന്നെ ചെറുതുരുത്തി നിവാസികളായ സുചിത്രയുടെയും പ്രവീണിന്റെയും താലികെട്ടും മകളുടെ വിവാഹവേദിയിൽ പുതുശ്ശേരി സ്വദേശിനി ജന്നത്തുൽ ഫിർദോസിന്റെയും മുഹമ്മദ് ഷഫീറിന്റെയും നിക്കാഹും നടന്നു. എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന് കുറച്ചു, പിന്നെ അതിലൂടെ കുട്ടികൾക്ക് 2 ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായിട്ട് ഫാമിലീൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
എൻ്റെ വൈഫ്, മക്കള്, എൻ്റെ ബ്രദറ്, പിന്നെ അളിയൻ, പെങ്ങന്മാർ, പിന്നെ മെയിനായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർ എന്തിനും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതിന് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വേണമല്ലോ. അതിന് എൻ്റെ ഇടവും ഫലമായിട്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉള്ളതുകൊണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷം, വളരെ തൃപ്തിയായിട്ട്. ഇങ്ങനെ തീരുമാനമെടുക്കാനുണ്ടായ പ്രചോദനം എന്താ? കഴിഞ്ഞ ദിവസം പാലക്കാട് നല്ലേപ്പിള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടത്തുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തടയുകയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘപരിവാർ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SDPI തൃത്താല മണ്ഡലം കമ്മിറ്റി ചാലിശ്ശേരി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് നാസർ തൃത്താല, മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമുച്ചി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണ പോത്തിനെ രക്ഷപ്പെടുത്തി. കലാമണ്ഡലത്തിന് സമീപം ചേയ്ക്കൽ റോഡിൽ കൊങ്ങരത്തൊടിയിൽ ജബ്ബാറിന്റെ പോത്താണ് കിണറിൽ വീണത്. ഷൊർണൂർ അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് പോത്തിനെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. സേനാംഗങ്ങളായ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B രമേശ് ചന്ദ്ര, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ V പ്രദീപ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനിൽകുമാർ, ഇബ്രാഹിം എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.